കൊല്ലം വയോജന കേന്ദ്രം നടത്തിപ്പുകാരനെതിരെ ഗുരുതര ആരോപണവുമായി അന്തേവാസിയായ വയോധിക പലതവണ പീഡിപ്പിച്ചുവെന്നും പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ മർദ്ദിച്ചുവെന്നുമാണ് വയോധിക നൽകിയ മൊഴി. 72 വയസ്സുകാരിയുടെ പരാതിയിൽ നടത്തിപ്പുകാരനെതിരെ പോലീസ് കേസെടുത്തു. മറ്റൊരു അന്തേവാസിയുടെ പരാതിയിലും പോലീസ് അന്വേഷണം നടത്തുകയാണ്. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, ഏറ്റവും നിസ്സഹായരായ മനുഷ്യർക്ക് നേരെ വീണ്ടും അതിക്രമം ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ല. ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുതര പരാതികളുമാണ് ജയശങ്കർ. അതായത് മധു, വളരെ ഗുരുതര പരാതികളാണ്. കേൾക്കുമ്പോൾ തന്നെ വേദനയും വിഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം ഈ വയോജന കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ബ്രഹ്മദാസ് എന്ന് പറയുന്ന ആളെ പോലീസ് ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. എന്തായാലും 72കാരിയുടെ പരാതിയിലാണ് എന്തായാലും പുല്ലൂർ പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഇവർ നൽകിയിരിക്കുന്ന മൊഴി വളരെ ഗുരുതരമാണ്. ലൈംഗിക ഉദ്ദേശത്തോടുകൂടി നിരവധി തവണ ശരീരത്തിൽ കയറി പിടിച്ചു, ലൈംഗികമായി കീഴ്പ്പെടുത്താനുള്ള ശ്രമം ഈ നടത്തിപ്പുകാരന്റെ ഭാഗത്തുണ്ടായി. ഇതിനെ പ്രതിരോധിച്ചപ്പോൾ വലിയ തോതിൽ ക്രൂരമായ മർദ്ദനം ഉൾപ്പെടെ നേരിടേണ്ടി വന്നു. വലിയ തോതിൽ മാനസിക പീഡനം ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ കുറേ നാളായി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് ഈ സ്ത്രീ നൽകിയിരിക്കുന്ന പരാതി. മറ്റൊരു സ്ത്രീ കൂടി കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ പോലീസിന് മുൻപിൽ മൊഴി നൽകിയിരിക്കുന്നു. ഇവർ നൽകിയ മൊഴി കുറച്ച് ഗുരുതരമാണ്. പക്ഷേ ഇവരുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി പരിശോധനയിലേക്ക് ഉന്നയിച്ച സമയത്ത് മർദ്ദിച്ചു എന്ന പരാതി കൂടി ഉണ്ട് ജയശങ്കർ. സ്വാഭാവികമായും ആ കേസിന്റെ ഗുരുതര സ്വഭാവം വർദ്ധിക്കുകയാണ്. മറ്റുള്ള അന്തേവാസികൾ എന്താണ് പറയുന്നത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ? അതായത് ഇവിടെ ഏകദേശം 9 മുതൽ 12 വരെ അന്തേവാസികൾ ഈ സ്ഥാപനത്തിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മറ്റാളുകളുടെ മൊഴികൾ ഇന്നായിരിക്കും പോലീസ് നിലവിൽ വിശാലമായ രീതിയിൽ രേഖപ്പെടുത്തുക. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പോലീസിന് ഈ സംഭവം ലഭിക്കുന്നത്. പോലീസ് 2 സ്ത്രീകളുടെ മൊഴികളാണ് ഇന്നലെ വിശദമായി രേഖപ്പെടുത്തിയത്. രണ്ടാമത്തെ സ്ത്രീയെ വീണ്ടും അവരെ ഒരു കൗൺസിലറുടെ സഹായത്തോടുകൂടി കൗൺസിലിംഗ് നൽകിയ ശേഷം ആ മൊഴി ഒന്നുകൂടി ഉറപ്പുവരുത്താനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ആ ഉറപ്പുവരുത്തൽ ശരിയായി കഴിഞ്ഞാൽ കോടതിയിൽ അവരുടെ വിവരങ്ങൾ കൂടി നൽകി ആ സ്ത്രീയുടെ പരാതിയിൽ കൂടി കേസുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ ഒരു തീരുമാനം. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണം. കാരണം ജീവിതത്തിന്റെ സായാഹ്ന കാലങ്ങളിൽ സുരക്ഷിതത്തോടുകൂടി പാർക്കേണ്ട ഇത്തരം സ്ഥലങ്ങളിൽ ഇങ്ങനെ ലൈംഗികമായും അതും 70ഉം 72ഉം ഒക്കെ വയസ്സുള്ള സ്ത്രീകളാണ് ഇത്തരത്തിൽ ലൈംഗിക പീഡനത്തിനിരയായെന്ന ആക്ഷേപവുമായി വരുന്നത്. അപ്പോൾ ഗുരുതരമായ പരാതിയാണ്. സർക്കാർ ഉൾപ്പെടെ ഇടപെടേണ്ടതാണ്. ഇപ്പോഴും അവിടെ കുറച്ചധികം മനുഷ്യരുണ്ട്. ഇന്നലെ രാത്രി ആ നാട്ടുകാരാണ് ആ സ്ഥലത്തിന്റെ ചുമതല, ആ സ്ഥാപനത്തിന്റെ ചുമതല ഏറ്റെടുത്തത്. അവിടെയുള്ള ആളുകൾക്ക് സൗകര്യങ്ങൾ നൽകി